വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകലതും നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് അതിനെ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാലും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു കീ സ്പോൺസർ ഉണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഞ്ജു ബിബിൻ ഫ്രം കറുകച്ചാൽ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഒരു സന്തോഷ വാർത്ത കൊണ്ടാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ മോർണിംഗ് ഗ്ലോറി സ്പോൺസർ ചെയ്തതിന് മൂലം പ്രഗ്നൻ്റ് ആയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. സോ സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രഗ്നൻ്റായി, ദൈവം അനുഗ്രഹിച്ചു. അതിനുവേണ്ടി വീണ്ടും സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ തന്നിരിക്കുന്ന ദാനത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. ഉദരത്തിലുണ്ടായിരിക്കുന്ന ഈ ഫലത്തെ കർത്താവെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്കാൻ റിപ്പോർട്ടിൽ കർത്താവ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കംപ്ലീറ്റ്ലി നോർമലാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായി വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും സ്ക്രീനിലുള്ള ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വീണ്ടും ഓർപ്പിക്കുന്നു, ദുബായ്, അപ്പോൾ തന്നെ ലണ്ടനിൽ നിന്ന് കേൾക്കുന്ന വ്യക്തികൾ, UK നിന്ന് കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് വേണ്ടി ചില സ്പെഷ്യൽ മീറ്റിംഗ്സ് ഈ സമയത്ത് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. തീർച്ചയായും വന്ന് ചേരുക, ജോയിൻ ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ന്യൂ ഇയറിൽ നമുക്ക് ക്രോസ് ഓവർ സർവീസ്, ന്യൂ ഇയർ ബ്ലെസ്സിങ് സർവീസ് നമ്മൾ നടക്കുന്നത് ഈ പ്രാവശ്യം കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. സോ അതിലേക്കും എല്ലാവരും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക. നിങ്ങൾ വരുവാൻ വേണ്ടി റെഡിയാകുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. TV-യിൽ കാണുന്നവർ സ്വാഗതം, യൂട്യൂബിൽ കാണുന്നവർക്ക് സ്വാഗതം, ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് സ്വാഗതം. ബ്ലെസ്സിങ് ടുഡേ ആപ്പിലോ ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റിലോ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ കാണുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാം. ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം, ജോയിൻ ചെയ്യാൻ പറയാം. കാരണം കർത്താവ് ഓരോ ദിവസവും പുതുതായി ചിലത് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കും. പലപ്പോഴും നമ്മളൊരു ഇങ്ങനെ ഓർക്കുക, ഒരു വലിയൊരു അണക്കെട്ട്, ഇടുക്കിയിലൊക്കെ കുറേ അണക്കെട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അണക്കെട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. മുല്ലപ്പെരിയാറാണെന്ന് തന്നെ വിചാരിച്ചു. മുല്ലപ്പെരിയാറെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്, പൊട്ടുമെന്നറിയില്ല. എങ്കിലും നമുക്കൊരു ഇത്തിരി വെള്ളം വേണം, ഒരു ബക്കറ്റ് വെള്ളം വേണം. ഒരു അണക്കെട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം നിറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ പുറത്ത് നിൽക്കുക. ഈ അണക്കെട്ടെങ്ങാലും പൊട്ടിയാൽ ബക്കറ്റും ഉണ്ടാവില്ല, ബക്കറ്റ് നിറക്കാൻ വന്ന ആളും ഉണ്ടാവില്ല, ഒന്നുമില്ല. അത്രയും വലിയ ഒരു റിസർവാണ് അവിടെ ഉള്ളത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് ഈ റിസോഴ്സസിൻ്റെ കപ്പാസിറ്റി അല്ല പ്രശ്നം, റിസീവിങ് കപ്പാസിറ്റിയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ ധാരാളമുണ്ട്, തരാനും മനസ്സുണ്ട്. പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ ഉള്ള പാത്രമുണ്ട്. ഈ ബക്കറ്റിലോട്ട് അണക്കെട്ടിലെ വെള്ളം എല്ലാം കൂടി ഒഴുകിയാൽ ആ പ്രദേശം ഉണ്ടാവില്ല. ഇതുപോലെയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്നത്. എത്ര വേണേലും തരാൻ ദൈവത്തിനുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അത് സ്വീകരിക്കുവാനുള്ള പ്രാപ്തിയില്ല. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഒരു 3 വയസ്സുള്ള കുട്ടി TV-യിലൊക്കെ കണ്ടു, കാർട്ടൂൺ TV-യിലൊക്കെ ബുള്ളറ്റ് കണ്ടു. അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട്, ഡാഡിയുടെ അടുത്ത് ചെന്നിട്ട്, ഡാഡി എനിക്കിപ്പോൾ ബുള്ളറ്റ് വേണം. അപ്പോൾ പറയണ്ട, ടോയ് മേടിച്ച, ടോയ് അല്ല, ഒറിജിനൽ ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവന് ഈ 3 വയസ്സേ ഉള്ളൂ. എത്ര വയസ്സാണ് ഇപ്പോൾ ലൈസൻസ് കിട്ടുന്നത്? 18 വയസ്സാണ്. നിങ്ങൾ പറയും എത്ര വയസ്സാണ്? അതുവരെ അവൻ കാത്തിരിക്കണം. ഈ 15 കൊല്ലം കഴിയാതെ ഇവന് ഈ അപ്പൻ ബൈക്ക് കൊടുക്കാൻ പറ്റില്ല. 15 കൊല്ലത്തിലും ഇവന് പക്വത വരുമോയെന്നറിയില്ല. അവൻ ലൈസൻസ് എടുക്കണം, കൈ തെളിയണം, എന്നിട്ടൊക്കെ കോൺഫിഡൻസോടുകൂടി ഒരു ബൈക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റും, കയ്യിലോട്ട് കൊടുക്കാൻ പറ്റും. ശരിയാണോ? ഇതുപോലെ പല പ്രാർത്ഥന വിഷയങ്ങൾക്കും നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, സ്വപ്നം കാണുന്നതിനേക്കാൾ,
സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായി തരുവാൻ എഫെസ്യ ലേഖനം 3:20 അനുസരിച്ച് തരുവാൻ ദൈവം പ്രാപ്തനാണ്. പക്ഷെ നമുക്ക് സ്വീകരിക്കാനും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള പ്രാപ്തിയില്ല. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. പലരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ വൈകുവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പല കാരണങ്ങളിൽ ഒന്ന്, ആ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കയ്യിൽ കിട്ടിയാൽ അത് കൊണ്ടുപോകാനുള്ള കഴിവായിട്ടില്ല. ചില ആൺപിള്ളേരെ കണ്ടിട്ടുണ്ട്, പ്രായമായി, വിവാഹപ്രായം ആയിട്ടില്ല, അപ്പോഴേ പെൺപിള്ളേരുടെ പുറകെ നടക്കും, ഒരെണ്ണത്തിനെ കണ്ടുവയ്ക്കും, ഇപ്പം കറ്റിച്ച് തരണം, ഇപ്പം കല്യാണം കഴിച്ച് തരണം, വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കും. നിനക്ക് പ്രായമായിട്ടില്ല, നീ മാരേജബിൾ ഏജ് ആയിട്ടില്ല. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും എത്രയാണ്? 21 വയസ്സ് എന്തോ. അതല്ലാതെ ഒരു ശരിയായ ലീഗലായ ഒരു വിവാഹം ചെയ്ത് ജീവിക്കാൻ സാധ്യമല്ല. അതിനൊക്കെ വയലേറ്റ് ചെയ്യുന്നവർ കാണുമായിരിക്കും, ജനനത്തീയതിയൊക്കെ തിരുത്തുന്നവരും അങ്ങനെയുള്ള ഒഫീഷ്യൽ വെഡ്ഡിംഗ് ഒന്നും ഇല്ലാതെ വിളിച്ചുകൊണ്ട് പോരുന്നവരും ഒക്കെ ഉണ്ട് ഈ കാലത്ത്. ഞാൻ പറയുന്നത്, സമയമാകുന്നതിന് മുമ്പ് തിരക്ക് കൂട്ടാതെ, സമയമാകുമ്പോൾ അതിൻ്റെ പ്രാപ്തിയാകുമ്പോൾ, അത് ചെയ്യാറാകുമ്പോൾ, എൻ്റെ അടുത്തൊക്കെ കൊച്ചു പിള്ളേർ വന്നിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇത്ര നാളായിട്ട് ഞങ്ങൾ അഫെയറിലാണ്, റിലേഷൻഷിപ്പിലാണ്, ബ്രദർ പ്രാർത്ഥിക്കണം, ഞങ്ങൾ വീട്ടുകാർ രണ്ടുപേരും സമ്മതിക്കാനും ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാതെ ഒരുമിച്ച് എന്നും ജീവിക്കാനായിട്ട് ബ്രദർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ വരും. അപ്പോൾ എത്ര വയസ്സുണ്ട് മോളെ? 19 വയസ്സ്. ഇവിടെ എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. വെച്ച് നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള സമയമായി, പ്രാപ്തിയായി, ഇപ്പോൾ ചെല്ലാൻ പറ്റും? ഇല്ല, ഞങ്ങൾ കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ അടുത്ത ചോദ്യം, നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കുമോ? അപ്പോൾ നിങ്ങളെങ്ങനെ ജീവിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ? അത് എന്തെങ്കിലുമൊക്കെ ജോലി, പക്ഷെ ജോലിയിലായിട്ടില്ല, സാമ്പത്തികം എന്താണെന്നറിയില്ല, എങ്ങനെ ജീവിക്കുമെന്നറിയില്ല, പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയില്ല, അസഹിഷ്ണുതയാണ്. പലപ്പോഴും ഇമ്മച്യൂറായിട്ടുള്ള സമയത്ത് മെച്യൂരിറ്റിയിൽ വരേണ്ടതിനെ ഇങ്ങോട്ട് പുള്ളിൻ ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് പലതും തകരും. അങ്ങനെയുള്ള പലതും 1 മാസം കഴിയുമ്പോൾ, 1.5 മാസം കഴിയുമ്പോൾ, 3 മാസം കഴിയുമ്പോൾ സംശയങ്ങൾ, അവന് മെസ്സേജ് വന്നു, വാട്സപ്പിൽ കോൾ വന്നു, വേറെ ആളുമായിട്ട് എന്തോ കണക്ഷൻ ഇവൾക്കുണ്ട്, ഇവൻ്റെ ഫോണിൽ വേറെ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ വന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും തല്ലുകൂടി പ്രശ്നങ്ങളായി, പോലീസ് കേസായി, ഇങ്ങനെയൊക്കെ മാറുന്ന പല കേസുകളും നമ്മൾ കാണും. പറഞ്ഞു വരുന്നത്, ദൈവത്തിൽ നിന്നൊരു വിടുതൽ, ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നമുക്കൊരു പക്വതയിലേക്ക് വളരേണ്ട ആവശ്യമുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത്, ഒരു അവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം അവൻ ശിശുപാലകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒരു വലിയ ബില്യണയറുടെ വീട്ടിലൊരു കുഞ്ഞു പിറന്നു എന്ന് വെച്ചാൽ കോടീശ്വരനാണ്, ആസ്തികൾ ആർക്കും തിട്ടപ്പെടുത്താൻ സാധ്യമില്ല, അത്രയും ആസ്തിയുണ്ട്. അവിടെ ഒരു കുഞ്ഞു പിറന്നേക്ക്, അവൻ അവകാശിയാണ്, ആൺകുഞ്ഞ അവകാശിയാണ്, അപ്പൻ്റെ സ്വത്തിനൊക്കെ അവകാശമുണ്ട്. പക്ഷേ ഈ സമയത്ത് 1 വയസ്സുള്ളപ്പോൾ, 2 വയസ്സുള്ളപ്പോൾ, 3 വയസ്സുള്ളപ്പോൾ അവൻ അമ്മയുടെയും ആയമാരുടെയും ഒക്കെ പരിചരണത്തിലാണ്. ശിശുപാലകന്മാർ, ബേബി സിറ്റേഴ്സും ഈ കുഞ്ഞിനെ വളർത്താൻ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് അവർ കീഴ്പ്പെട്ടിരുന്നേ പറ്റി. ഈ കുഞ്ഞ് ഞാൻ അവകാശിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും അനുഭവിക്കാൻ തനിക്ക് സാധ്യമല്ല. അതിൻ്റെ അർത്ഥം there should be a growth in maturity. ഇത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വരാത്തത്, അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ മറുപടി വൈകുന്നത്. ഇന്നലെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ വിൽഡർനെസ് ജേണിയിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീം എന്ന് പറയുന്ന അടിമ വീടായ ഈജിപ്തിൽ നിന്നും 6 ലക്ഷത്തോളം കാലാളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളടക്കം 20-30 ലക്ഷം പേർ ഒരുമിച്ച് പുറത്തേക്ക് വരികയാണ്. ഒരു ഭാഗത്തൊരു ചോദ്യമുണ്ട്, ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കുമോ? അങ്ങനെ പിറന്നു ഒരു രാജ്യം, പുറത്തോട്ട് വന്നു. എന്നാൽ ഇനി വേറൊരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂപ്രദേശത്തേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തം, ജോഷുവയുടെ പുസ്തകത്തിൽ അത് നിറവേറുന്നു. അതിനിടയിലുള്ള 4 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലൈവ് ചാറ്റിലിട്ടെ, പെട്ടെന്നിട്ടെ. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 4 പുസ്തകങ്ങളിലൂടെ ഒരു പ്രക്രിയ,
ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അതിലാണ് ഇവരെ അവിടെ പോയി ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് വളർത്താൻ പോകുന്നത്. അതിനടുത്ത് 40 വർഷം. പല ആസ്പെക്ട്സ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ആ പോകുന്ന വഴിയിൽ ഷെഖേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, യോർദാൻ നദി കഴിഞ്ഞ് ഷെഖേം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ദൈവം പറഞ്ഞു, വെയിറ്റ്, ഒരു പ്രത്യേക പരിപാടി നമ്മളിവിടെ ചെയ്യാൻ പോകും, ഒരു സെറിമണി ചെയ്യാൻ പോകും. 6 ഗോത്രങ്ങളായി 6 ഗോത്രങ്ങളുള്ള 2 ടീമായി തിരിയാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ അവരുടെ പേരൊക്കെ വായിച്ചു. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ അല്ലേ നമ്മൾ കണ്ടത്, ഷിമിയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, യോസെഫ്, ബെന്യാമീൻ, ഇത്രയും പേർ ഗെരിസീം എന്ന് പറയുന്ന, ഗെരിസീം പർവ്വതം ഏതാണെന്ന് പറയാമോ? പച്ചിപ്പുള്ളതാണ്, ഇല്ലാത്തതാണ്? ലൈവ് ചാറ്റിലിടാമോ? ഗെരിസീം എന്ന് പറയുന്ന പച്ചിപ്പുള്ളത്, അത് 600 അടി വീതിയുള്ള ഗ്യാപ്പിൻ്റെ വാലിയുടെ തെക്ക് വശത്തായിട്ടാണ് നിൽക്കുന്നത്. വടക്ക് വശത്ത് ഏബാലിലേക്ക് നോക്കിയ ഒരു പച്ചപ്പുല്ല് പോലും ഇല്ല. എല്ലാം ഉണങ്ങി കരഞ്ഞ് വെറും പാറയായി നിൽക്കുകയാണ്. കണ്ടാൽ അറിയാം ശാപം പിടിച്ച പോലെ നിൽക്കുന്നത്. ഇപ്പുറത്ത് കണ്ടാൽ അറിയാം, ഒരു ഐശ്വര്യമുള്ളൊരു പർവ്വതം തൊട്ടടുത്ത് നിൽക്കുന്നത്. 2800 അടിയോളം പൊക്കമുണ്ട് രണ്ടിനും. ഇടയ്ക്കൊരു 600 അടിയുടെ ഗ്യാപ്പുണ്ട്. ഈ രണ്ടും ചരിവിലേക്ക്, സ്റ്റേഡിയം പോലെ കിടക്കുന്ന, ഗാലറി പോലെ കിടക്കുന്നതിലേക്ക് ജനങ്ങൾ അങ്ങ് നിന്നു. ലേവ്യരും പുരോഹിതരും ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ. അടുത്ത അധ്യായത്തിൽ 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള ആ അനുഗ്രഹങ്ങൾ ലേവ്യരും പുരോഹിതന്മാരും ഗെരിസീം പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പം ആ പർവ്വതത്തിലുള്ളവർക്കും നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് PA സിസ്റ്റം ഒന്നും വേണ്ട, മൈക്ക് വെക്കണ്ട, ഒന്നും വെക്കാതെ തന്നെ ഈ വാലി ആയതുകൊണ്ട് ഒരു റിവർബറേഷൻ, എക്കോയോടുകൂടെ ഈ പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ തട്ടി ഭയങ്കരമായ ഒരു സൗണ്ട് ഇഫക്റ്റ് തന്നെ അവിടെ ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകമായ ആ പ്രദേശത്ത് നിന്നുകൊണ്ട് പുരോഹിതന്മാരും ലേവ്യരും ഉറക്കെ വിളിച്ചു പറയുന്നു. എന്താ? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള അനുഗ്രഹത്തിൻ്റെ ഭാഗം ഒരു ഉറക്കെ വിളിച്ചു പറയുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ അനുസരിച്ചാൽ നീ സകല ജാതികളെക്കാളും ഉന്നതമാകും, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. പിന്നെ താഴേക്കുള്ള ഒത്തിരി ഉണ്ടല്ലോ. പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, ജനമെല്ലാം ആമേൻ. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, ജനമെല്ലാം ആമേൻ. പിന്നെ ദൈവം നിന്നെ വാലല്ല തലയാക്കി മാറ്റും, സകലം ചേർന്ന് ആമേൻ. നിന്റെ മാവ് കുഴക്കുന്ന തൊട്ടിയും, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും, ജനമെല്ലാം ആമേൻ. അതൊരു ഭയങ്കര സംഭവമാണ്. പ്രപഞ്ചം അത് കേൾക്കുകയാണ്. കർത്താവ് പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറഞ്ഞു. ഇതിന് സാക്ഷി നിൽക്കാൻ വേണ്ടി ഞാൻ ഭൂമിയെ ആകാശത്തെയും കൂടി വിളിച്ചു നിർത്തിയിട്ടുണ്ട്. ഇവർ സാക്ഷികളാണ് എനിക്ക്. കാരണം ഒന്നുകിൽ ശാപമല്ല അനുഗ്രഹം, ഏതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുക്കണം. പരിശുദ്ധാത്മാവാരോടൊക്കെയോ ശക്തമായി സംസാരിക്കുന്നു. ജീവിതം തെരഞ്ഞെടുപ്പുകളുടെ യാത്രയാണ്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇന്നലെ തുടങ്ങിയത്. ഏദൻ തോട്ടം മുതൽ തെരഞ്ഞെടുപ്പുകളാണ്. അപ്പം ഈ ആദ്യത്തെ 14 വചനങ്ങൾ ഇവരിങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ ഏബാൽ പർവ്വതത്തിൻ്റെ മുകളിൽ മറ്റേ 6 ഗോത്രങ്ങൾ, അതേതൊക്കെയാണ്? റൂബേൻ, ഗാദ്, ആശേർ, സെബുലൂൻ, ഡാൻ, നഫ്താലി. 6 ഗോത്രങ്ങൾ അവിടെ കയറി നിൽപ്പുണ്ട്. അവരോട് കൂടെയുള്ള പുരോഹിതന്മാരും ലേവ്യരും അവിടെ നിന്നുകൊണ്ട് 15 മുതൽ 68 വരെയുള്ള, എന്ന് വെച്ചാൽ ആവർത്തന പുസ്തകം 28-ന്റെ 15 മുതൽ 68 വരെയുള്ള ആ ഭാഗം, അത് നീണ്ട ഭാഗമാണ്. ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ, കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ, മൈ ഗോഡ്, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. അത്രയും ശാപങ്ങൾ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ ജനമെല്ലാം ആമേൻ എന്ന് പറയും. ഇത് മുഴുവൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ ഈ താഴെയുള്ള ആ ഭാഗത്തേക്ക് നടുക്കോട്ടിറങ്ങി നിന്നിട്ട് ചില പാറകൾ കൊണ്ടുവന്ന് അതിൽ ഇതെല്ലാം എഴുതി വരും.
എഴുതിയിട്ട് അവിടെ വെച്ച് ദൈവത്തിന് യാഗം കഴിച്ചു. നമ്മൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അനുഭവം? ഇന്നാണെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ എടുത്ത് എല്ലാവരും മുകളിലോട്ട് കയറി ഇതെല്ലാത്തിൻ്റെ വീഡിയോ എടുത്ത്, ശരിയല്ലേ, പറ്റുവാണെങ്കിൽ മോശയോടും ഈ അഹരോനോടും കൂടെയുള്ള ഗോത്രപിതാക്കന്മാരുടെ ഒരു സെൽഫിയോ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലെല്ലാം അപ്പത്തിന് അവിടെ നിന്ന് തന്നെ ഒത്തിരി ലൈവ് ചെയ്തേനെ അല്ലേ? ലൈവ് വിദഗ്ധന്മാർ ഒത്തിരി ഉണ്ട്, വ്ളോഗേഴ്സ് എത്രയുള്ളത്, ഇവരെല്ലാം കൂടെ ചേർന്ന് ലോകം മുഴുവൻ ഇത് അറിയിച്ചേനെ. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ സാക്ഷികൾ ഭൂമിയും ആകാശവുമാണ്. 2 സാക്ഷികൾ എനിക്കുണ്ട്. 2-3 സാക്ഷികളുടെ വാമൊഴിയിൽ എന്തു ഉറപ്പാക്കാം? അപ്പൊ 2 സാക്ഷികൾ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കോ. ആകാശം സാക്ഷി, ഭൂമി സാക്ഷി. എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും പിന്നെ സമൃദ്ധിയും വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നീ നിന്റെ തലമുറകളും ദീർഘായുസ്സുണ്ടാകാനും നിനക്ക് തരാൻ പോകുന്ന ദേശത്ത് പെരുകുവാനും വർദ്ധിക്കുവാനും എല്ലാമായിട്ട് നീ ജീവൻ തിരഞ്ഞെടുക്കുക, അനുഗ്രഹം തിരഞ്ഞെടുക്കുക. കർത്താവ് പറഞ്ഞു കേട്ടോ, ജീവൻ തിരഞ്ഞെടുക്കുക, അനുഗ്രഹം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇത് നടന്നത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ നമ്മളുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഓൾ കൈൻഡ്സ് ഓഫ് ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഞാൻ ഞായറാഴ്ചകളിൽ ഒരു സന്ദേശ പരമ്പര കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വചനങ്ങളിൽ പേഴ്സണൽ ബ്ലെസ്സിങ്സ്, വ്യക്തിപരമായ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 28 ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, ഭൗതിക അനുഗ്രഹങ്ങൾ. നേരെ സങ്കീർത്തനം 91 പോയാൽ പ്രൊട്ടക്റ്റീവ് ബ്ലെസ്സിങ്സ്, സംരക്ഷണത്തിൻ്റെ അനുഗ്രഹങ്ങൾ. അതിനുശേഷം നേരെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ ഇങ്ങോട്ട് 12 വരെ പോയാൽ അവിടെ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഒറ്റച്ചട്ടം നേരെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 15 വരെ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് 3 മുതൽ 14 വരെയാണ്. അവിടെ കാണുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾ, സ്വർഗസ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ കാണാം. ഓൾറൈറ്റ്, ഇന്നും നമ്മൾ ഇത് തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടൂ. ബ്ലെസ്സിങ് ടുഡേ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. കാരണം ബ്ലെസ്സിങ് എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് ഒത്തിരി പേർ എന്നെ വിമർശിച്ചിട്ടുണ്ട്, മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ചിലർ. നിങ്ങൾ ഈ അനുഗ്രഹത്തിൻ്റെ പുറകെ നടക്കുന്നവരല്ലേ? ജനങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കും, അനുഗ്രഹം, വിശുദ്ധി പറയില്ല, ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ല, ഈ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു ടീമല്ലേ നിങ്ങളെന്ന് പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അനുഗ്രഹം തിരഞ്ഞെടുത്തില്ലെങ്കിൽ പിന്നെ ശാപമുള്ളൂ. അതിനിടയ്ക്കൊരു പരിപാടിയില്ല കേട്ടോ, അത് മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെക്കുന്നു, ഏതാണെന്ന് വെച്ച് തിരഞ്ഞെടുത്തു. ജീവനും മരണവും അതിൻ്റെ ഇടയ്ക്കൊന്നില്ല, ഏതാണെന്ന് വെച്ച് തിരഞ്ഞെടുത്തു. ഗാഡ് ഈസ് വെരി സീരിയസ്. എന്ത് പറ്റിയെന്നറിയോ? അനുഗ്രഹത്തിനെതിരെ ചിലർ പ്രസംഗിക്കുകയും അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോകുന്നവരെ വിലക്കുകയും അവരെല്ലാം പിടിച്ച് പോയിസൺ ഇഞ്ചക്ഷൻ കൊടുക്കുകയും അവരെല്ലാം പിടിച്ചിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. കാര്യമൊക്കെ ശരിയാ, ഇങ്ങനത്തെ കൂട്ടായ്മകളിലൊക്കെ എല്ലാ ബ്രദറെ ഞാൻ അവിടെയാണ് രക്ഷിക്കപ്പെട്ടത്, അതൊക്കെ ശരിയാ. അതിനൊക്കെ ദൈവം ഒരു പക്ഷെ അതുവരെ ഒരു മുഖാന്തരമായി ഉപയോഗിച്ച് കാണും. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവിടം വിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ കയറിക്കും എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. എന്നോട് വന്ന് ചിലർ സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ സഭയിൽ വിശുദ്ധിയില്ല, വേർപാടുമില്ല, വചനവും ഇല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ പോയ സ്വർഗത്തിൽ പോവില്ല, ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട് നടന്നോ. ഇത് കേൾക്കുമ്പോൾ ജനം അങ്ങ് കലങ്ങി. അയ്യോ, അങ്ങനെയാണോ? ശരിയായിരിക്കും, ഈ TV പ്രോഗ്രാം കണ്ട് ബ്ലെസ്സിംഗ് ടുഡേ പോയി രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചായിരിക്കും. പക്ഷേ ഇനി വിശുദ്ധിയുടെ പടവുകൾ കയറണമെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകണമായിരിക്കും. അതൊരു ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും എന്ന് വിചാരിച്ച് പതുക്കെ അങ്ങോട്ട് സംഭവിക്കുന്നത്. പലപ്പോഴും അനുഗ്രഹത്തിനെതിരെ അല്ലെങ്കിൽ ദൈവം നൽകുന്ന സമൃദ്ധിക്കെതിരെ
ദൈവം നൽകുന്ന വിശാലതകൾക്കെതിരെ അതിനുമുണ്ട് വചനങ്ങളൊക്കെ. ഇതിൽ എടുത്തു കാണിക്കാൻ വചനമുണ്ട്. എന്നും ക്രൂശാണ് ക്രൂശാണ് ക്രൂശാണ്, ക്രൂശ് വേണം, ഉണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു, ഞാനതിൽ വിശ്വസിക്കുന്നു. ഇനി പ്രത്യേകിച്ച് കഷ്ടം പ്രാർത്ഥിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, അതുണ്ട്, പാക്കേജിലുണ്ട്, കിട്ടിക്കോളും നിനക്ക്. അങ്ങനെ സംസാരിക്കുന്നത് നിമിത്തം ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ അനുഗ്രഹം അല്ലെങ്കിൽ ജീവൻ. ഇപ്പുറത്ത് ശാപം അല്ലെങ്കിൽ മരണം, രണ്ടിനിടയിൽ ഇല്ല. ഏതാന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തോളം കർത്താവ് പറഞ്ഞു. വാ കൊണ്ട് പോലും ദൈവിക അനുഗ്രഹങ്ങൾക്കെതിരെ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്താൽ ആ വാ കൊണ്ട് പറഞ്ഞവർ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞു, എനിക്കിതല്ല വേണ്ടത്, അതാണ്. എന്താണത്? ശാപം, ദാരിദ്ര്യം. ആ ലിസ്റ്റ് എടുത്ത് വായിച്ചോ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15 മുതൽ 68 വരെയുള്ള വചനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയോ. നീണ്ട ലിസ്റ്റാണ്. അനുഗ്രഹത്തെക്കാൾ വലിയ നീണ്ട പല മടങ്ങുണ്ട്. അതേ കയറി പിടിച്ചെന്നർത്ഥം. അറിഞ്ഞോ അറിയാതെയോ ദുരിതങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കെടുതികളിലേക്കും ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും, അത് പലതിൽ റിഫ്ലക്റ്റ് അതിലേക്ക് പോവുകയാണ്. ഈ അബദ്ധം ആർക്കും പറ്റരുത്. കർത്താവ് അന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഈ പഴയ നിയമഭാഗം എടുത്ത് എന്താ ബ്രദർ സംസാരിക്കുന്നേ? കാരണം പഴയ നിയമഭാഗം എടുത്ത് മുമ്പോട്ട് ചൂണ്ടിയാലാണ് പുതിയ നിയമത്തിൽ എത്തുന്നത്. അത് മനസ്സിലായി, ഇത് വ്യക്തമായി മനസ്സിലാവും. അപ്പം അവിടെ നടന്നതെല്ലാം ഞാൻ ഇന്നലെയും പറഞ്ഞു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കണം. നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. അവർ സമുദ്രത്തിലൂടെ കടന്ന് മോശയുടെ അടുക്കൽ ചെന്ന് മോശയോട് ചേർന്നു. അതിനുശേഷം അവർ ചെയ്ത് കൂട്ടിയ 5 വിധ പാപങ്ങളെ കുറിച്ച് പറയുന്നു. അതിനുശേഷം പറയുന്നത്, ഇത് നമുക്ക് ഒരു മുന്നറിയിപ്പിനായി എഴുതിയിരിക്കുന്നു. ദിസ് ഇസ് എ വാർണിംഗ് ഫോർ us. ദിസ് ഇസ് എ ഷാഡോ. ദിസ് ഇസ് എൻ ഇൻഡിക്കേറ്റർ. അവ നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വാങ്ങൽ എടുക്കുന്നത്. അല്ലാതെ ന്യായപ്രമാണത്തിലേക്കോ ലീഗലിസത്തിലേക്കോ കൊണ്ടുപോകാൻ അല്ല ഞാനിത് പറയുന്നത്. അന്ന് ദൈവം ചെയ്തത് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിൽ പൊരുളായി നിവൃത്തീകരണത്തിലേക്ക് വരുന്നു. വാഗോൺ കർത്താവ് പറഞ്ഞത്, നീ തിരഞ്ഞെടുക്കണം. ഐ വിൽ നോട്ട് ചൂസ് ഫോർ യു. കർത്താവല്ല നമുക്ക് വേണ്ടി മരണമോ ശാപമോ അനുഗ്രഹമോ ജീവനോ തിരഞ്ഞെടുക്കുന്നത്. നീ തിരഞ്ഞെടുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇന്നലെ, ഇതിനകത്ത് ഒരു റോബോട്ടിക് ആയിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ റോബോട്ടിനെ പോലെ കമ്പ്യൂട്ടർ പോലെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഒരു കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്താൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാനാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അതാണ് യന്ത്രമനുഷ്യൻ. അങ്ങനെയല്ല ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ തിരഞ്ഞെടുക്കാം. ദൈവത്തെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിശാചിനെ തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. ചിലർ പറയും, എനിക്ക് പിശാചം വേണ്ട, ദൈവം വേണ്ട, എങ്ങനെയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതി. അത് പറഞ്ഞപ്പോൾ തന്നെ പിശാചിൻ്റെ പാർട്ടിയായി. ദൈവത്തെ തിരഞ്ഞെടുക്കാത്തവരെല്ലാവരും വാ കൊണ്ട് പറയണം, ദൈവം എൻ്റെ ദൈവമാണ്, അവൻ്റെ സൃഷ്ടാവാണ്, അവൻ്റെ കർത്താവാണ്. വാ കൊണ്ട് ഏറ്റുപറയണം. അത് പറയാത്തവരെല്ലാം ബൈ ഡിഫോൾട്ട് പിശാചിൻ്റെതായി പോയി കഴിഞ്ഞു. അയ്യോ, എനിക്ക് പ്രസവം വരുന്നു, എൻ്റെ സമയം തീർന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ശക്തിയേറിയ ചില വചനദൂതുകൾ ലോകത്തിൻ്റെ അതിരോളം നമുക്ക് എത്തിക്കാനുണ്ട് എല്ലാ ഭാഷയിൽ. കൂടെ നിൽക്കാമോ? ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു സ്പോൺസറായി പാർട്ട്ണറായി ഒക്കെ മാറാമോ? മീഡിയ മിനിസ്ട്രിയുടെ പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാമോ? നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വില ചെയ്യാം. കർത്താവ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. എല്ലാം എന്ന് പറഞ്ഞല്ല, നിത്യജീവനോട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആരുടെയൊക്കെയോ സിഗരറ്റ് ചിലരൊക്കെ വലിച്ചെറിയുന്ന ഞാൻ കാണും. എന്ന് വെച്ചാൽ ചില അഡിക്ഷനുകൾ വിട്ടുപോവുകയാണ്. പുകവലി ശീലമോ മറ്റെന്തെങ്കിലുമോ എന്തും ആയിക്കോട്ടെ, നിങ്ങളെ അഡിക്റ്റാക്കി വെച്ചിരിക്കുന്ന പലതിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ്. കൈ കൊണ്ട് നീട്ടിപ്പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ TB, ട്യൂബർക്യുലോസിസ്, ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
ഈ ഒരാളെ ഞാൻ കാണുന്നു, ഇവിടെ തുളച്ചിട്ട് ട്യൂബിലൂടെയാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾ സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഭയങ്കര ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരാൾ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ ചില ആക്സിഡൻറ്റുകൾക്ക് ശേഷം ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് വരില്ല എന്ന് മെഡിക്കലി ഉറപ്പുള്ള ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജീവൻ അവരിലേക്ക് വരട്ടെ. ഞാൻ കൈനീട്ടി പിടിച്ചിട്ടുണ്ട്, നിങ്ങളും കൈനീട്ടിക്കോ. നിങ്ങൾക്ക് ആവശ്യം എന്താണ് യേശുവിനോട് ഇപ്പോൾ പറഞ്ഞ് ഞാൻ കൂടെ ഉണ്ട്. യേശുവിൻ നാമത്തിൽ ഇവരോട് ചേർന്ന് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏതാണ് ആവശ്യം അതിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ്ങിയുടെ ബുക്സൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ എടുത്ത് പറയും. ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്ന് കരസ്ഥമാക്കാം. ഒന്നുപോലും മുടക്കരുത്. ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം, ഒരു ലൈക്ക് കൊടുക്കണം, എങ്കിലേ യൂട്യൂബ് ഇത് പ്രൊമോട്ട് ചെയ്ത് ഒത്തിരി പേരുടെ അടുക്കൽ എത്തുകയുള്ളൂ. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.